ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാനില ഐസ്ക്രീം തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാല് വേണം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാലെടുക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റുള്ള പാൽ വേണം ഉപയോഗിക്കാനായിട്ട്. ഐസ്ക്രീമിനൊക്കെ എപ്പോഴും അതുപോലെ തന്നെ നല്ല കട്ടി പാൽ വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ 1/2 ലിറ്റർ പാല് മുഴുവനും എടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് കസ്റ്റേർഡ് പൗഡറാണ്. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ നമുക്ക് കുറേയൊന്നും വേണ്ടി വരില്ല. ഏകദേശം 3 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ മതി നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 3 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്കിതിന് പകരം കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവറും ഇല്ലെങ്കിൽ ഗോതമ്പൊടി ചേർത്താലും മതി. അപ്പോൾ ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാം. അപ്പോൾ കസ്റ്റർഡ് പൗഡർ പല ഫ്ലേവറിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പാലൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം കുറച്ച് പാൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കസ്റ്റർഡ് പൗഡറിലേക്ക് ചേർക്കാം. നമ്മുടെ ഈ പാല് അത്യാവശ്യം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് പാലെടുത്ത് നമുക്ക് ഈ കസ്റ്റർഡ് പൗഡറിലേക്ക് ചേർക്കാം. ചൂട് പാല് ചേർത്താൽ പെട്ടെന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കട്ട കൂടാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ആണ് എടുക്കുന്നതെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. ഗോതമ്പൊടി ആയാലും സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി പാലൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഈ കസ്റ്റർഡ് പൗഡർ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പാല് തിളച്ചു. അതിന് ശേഷം ഒരു 3-4 മിനിറ്റ് വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പാലൊന്നും കൂടി ഒന്ന് കുറുകി കിട്ടും. അതിന് ശേഷം വേണം നമ്മൾ ഈ കസ്റ്റർഡ് പൗഡർ മിക്സ് ചേർക്കാനായിട്ട്. പിന്നെ ഇത് നമ്മൾ ചേർക്കുമ്പോൾ തീ വളരെ ലോ ഫ്ലെയിമിൽ ആയിരിക്കണം. കസ്റ്റർഡ് പൗഡർ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാലിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്നോറും ഇതൊന്ന് കുറുകി തുടങ്ങും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തു. നമ്മളും അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. 1/2 കപ്പ് പഞ്ചസാര വേണ്ടി വരും. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും കൂടി നമുക്ക് ചേർക്കാം. 1/2 ലിറ്റർ പാലിന് 1/2 കപ്പ് പഞ്ചസാര വേണം. അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റായിട്ടുള്ള മധുരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലും മധുരം വേണമെങ്കിൽ ചേർക്കാം. ഇനി ഈ പഞ്ചസാര മുഴുവനും അലിഞ്ഞു വരണം. അതുവരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞു. ഒട്ടും തന്നെ പഞ്ചസാരയൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ പാലും അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഈ പാലിനി നന്നായിട്ട് തണുക്കണം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വെക്കാം. പിന്നെ നമ്മൾ ഈ പാല് തണുക്കാൻ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ആ പാട കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പാട കിട്ടാതെ ഇരിക്കും. ഇതിന് ശരിക്കും തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർക്കാം. നമ്മുടെ ഈ പാല് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ചൂടില്ല. അത്യാവശ്യം നല്ല കുറുകിയിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഫ്രഷ് ക്രീം നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമ്മുടെ പാൽപ്പാട ഇല്ലേ, പാൽപ്പാട ഒരു 2 ദിവസത്തെ പാൽപ്പാട നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. അത് നന്നായിട്ട് സ്പൂണിട്ട് അടിച്ചതിന് ശേഷം ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം മതിയാവും. ഒരുപാടൊന്നും വേണ്ട. ആകെ 2 ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പാലിൻ്റെ കൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് ചേർക്കാനായിട്ട്. പാൽപ്പാടയാണെങ്കിലും അതേ രീതിയിൽ തന്നെ ചേർത്താൽ മതി. നന്നായിട്ട് തണുത്തതിന് ശേഷം അടിച്ചെടുത്തതിന് ശേഷം ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വാനില എസൻസ് ഒന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്താലും മതി. കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റി ആയിരിക്കും ഇത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് എടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാം. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് നമ്മളിത് ഫ്രീസറിൽ വെക്കണം. അപ്പോഴേക്കും ഇത് അത്യാവശ്യം ഒന്ന് സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അഥവാ നിങ്ങളിത് രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി മുഴുവനും വെച്ചാലും മതി. കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്.
അപ്പോൾ അത്യാവശ്യം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വീണ്ടും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഫ്രീസറിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇത് വെക്കുമ്പോൾ ഐസ് കെട്ടി നിൽക്കും. ആ ഐസ് ക്രിസ്റ്റൽസൊക്കെ ഇതിൽ കാണും. അപ്പോൾ അതൊക്കെ മാറി നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം, എന്നാലേ നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. ഈ ഐസ്ക്രീം നമ്മൾ അടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. വീണ്ടും ഒരു 3-4 സെക്കൻഡ് നേരത്തേക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിൽ വേറെ ഒന്നും ചേർക്കണ്ട, ഐസ്ക്രീം മാത്രം ഇട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല ക്രീമി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. വീണ്ടും അതേ ബോക്സിലേക്ക് തന്നെ നമുക്കിത് മാറ്റാം. ഓക്കെ, ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ്. ഇനി വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും അടച്ചു വെക്കണം. അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നെങ്കിലും ഏതെങ്കിലും ഒരു കവറോ പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഡയറക്റ്റായിട്ടുള്ള ഐസിൻ്റെ വെള്ളമൊന്നും ഈ ഐസ്ക്രീമിലേക്ക് വീഴാതിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവറിൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താലും മതി. അതിന് ശേഷം വേണം നമ്മൾ ഈ അടപ്പിട്ട് അടച്ചു വയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും വീഴാതെ നമ്മുടെ ഐസ്ക്രീം കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഫ്രീസറിൽ വെക്കാം. ഇതൊരു 6 മുതൽ 8 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം റെഡി ആയിരിക്കും. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 6 മണിക്കൂർ എടുത്തു ഇത് സെറ്റാവാനായിട്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഈ അടപ്പിലൊക്കെ കണ്ടില്ലേ, വെള്ളത്തിൻ്റെ ഇങ്ങനെ തുള്ളി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഐസ്ക്രീമിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണുള്ളത്. അപ്പോൾ നമുക്കിതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഷേപ്പിലൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇതുപോലെ എടുക്കുന്നത്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ 1/2 ലിറ്റർ പാൽ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 5 ആൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ക്രീമി ആയിട്ടാണുള്ളത്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ശരിക്കും കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ വാനില ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കസ്റ്റർഡ് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കോൺഫ്ലവർ വെച്ചിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ടെക്സ്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ക്രീമിയും ടേസ്റ്റും സോഫ്റ്റുമാണിത്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. താങ്ക്